നമ്മൾ എത്ര മനസ്സമാധാനത്തിൽ ജീവിക്കേണ്ടവരാണ്. നമുക്ക് സമാധാനക്കേടല്ലേ കാണുന്നുള്ളൂ ഏറിയ കൂറും. എന്തുകൊണ്ട് നമ്മുടെ മനസ്സിന് അതുകൊണ്ടൊരാശ്വാസം ലഭിക്കുന്നില്ല? പുണ്യനബി തങ്ങൾ ബിലാൽ എന്നവരോട് വാങ്ങിന് ഇഖാമത്ത് കൊടുക്കണേ എന്ന് പറയാൻ തങ്ങൾ ഉപയോഗിച്ചിരുന്നൊരു പ്രയോഗമുണ്ട്. അരിഹ്ന ബിഹ യാ ബിലാൽ. ബിലാലെ, ആ നിസ്കാരം കൊണ്ട് നമുക്ക് ആശ്വാസം തരൂ എന്ന് പറഞ്ഞ ഇഖാമത്ത് കൊടുക്കുന്ന പറഞ്ഞതിൻ്റെ അർത്ഥം. അരിഹ്ന ബിഹ, റാഹത്ത് തരൂ. എങ്ങനെ? നിസ്കാരം കൊണ്ട് റാഹത്ത് തരൂ. നമ്മളെന്താ പറയാ? നിസ്കാരം കഴിഞ്ഞാൽ റാഹത്തായി എന്നാ പറയാ. അതങ്ങ് ആ ഭാരം കൂടെ ഒഴിവായി കിട്ടിയല്ലോ. നിസ്കാരത്തിലാണ് റാഹത്ത് കിടക്കുന്നത്. റാഹത്ത് കിടക്കുന്നത് നിസ്കാരത്തിലാണ്. നമ്മൾ അത് വേറെന്തോ ഒരു ഭാരമാണ്. നിസ്കാരം കഴിഞ്ഞാൽ ആ റാഹത്ത് എന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റാണ്. അരിഹ്ന ബിഹാ യാ ബിലാൽ. ബിലാലെ, നിസ്കാരം കൊണ്ട് ആശ്വാസം തരണേ. അപ്പോഴാണ് ഖദ് ഖാമത്തിസ് സ്വലാത്തു ഖദ് ഖാമത്തിസ് സ്വലാഹ്. ആകാശലോകങ്ങളിലേക്ക് പുണ്യനബി തങ്ങളെ മിഅ്റാജിന്റെ രാവിൽ ബുറാഖിന്റെ പുറത്ത് കൊണ്ടുപോയിട്ട് ആകാശലോകങ്ങളിൽ സിദ്റത്തുൽ മുൻതഹായുടെ അപ്പുറത്ത് അള്ളാഹുവിൻ്റെ ജനാബുൽ ഹഖിന് റബ്ബ് തിരഞ്ഞെടുത്ത ഒരു സന്നിധാനത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹു നൽകിയ സമ്മാനമാണത്രേ നമ്മുടെ നിസ്കാരമെന്ന് പുണ്യനബി. അസ്വലാത്തു മിഅ്റാജുൽ മുഅ്മിൻ. മുഅ്മിനായ മനുഷ്യൻ്റെ, ആണിൻ്റെയും പെണ്ണിൻ്റെയും മിഅ്റാജാണ്. നമുക്ക് ആകാശലോകത്തേക്ക് പോകാൻ പറ്റില്ല. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതഅതും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ആകാശലോകങ്ങളെ ഭേദിച്ചു കടക്കാനുള്ള ഒരു യാത്രയുടെ ഒരു കഴിവ് മനുഷ്യർക്കില്ല. ചന്ദ്രനിലേക്ക് പോകുന്നു, ചൊവ്വയിലേക്ക് പോകുന്നു, അതൊക്കെ വളരെ അടുത്ത് കിടക്കുന്ന ലോകങ്ങളാണ്. പ്രപഞ്ചത്തിൻ്റെ വലിപ്പം ആലോചിച്ചാൽ ഇതൊക്കെ വളരെ ഇരിക്കൂർ മഹലിൻ്റെ ഉള്ളിൽ കറങ്ങണ പോലെയാണ്. നമ്മളിപ്പോൾ ചൊവ്വയിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നിന്ന് അമേരിക്കയ്ക്ക് എത്താൻ പറ്റുമോ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ എന്ന് കമ്പയർ ചെയ്യുന്ന പോലെ ചെറിയൊരു ലോകത്താണ്. മിൽക്കി വേൻ്റെ ഉള്ളിലേ നമ്മൾ കളിക്കുന്നുള്ളൂ. അതെന്നെ മുഴുവൻ എത്താൻ പറ്റില്ല. സൂര്യൻ്റെ ഗ്രഹങ്ങൾക്ക് ഇടയിലാണ് നമുക്ക് എത്തിപ്പെടാൻ ആക്സസ് പറ്റുന്നുള്ളൂ. അത് ഒരു താരസമൂഹമാണ്. അങ്ങനത്തെ ബില്യൺ മില്യൺ 10 ലക്ഷമാണ്. 1000 10 ലക്ഷം കൂടുള്ള ബില്യൺ ആവുക. എത്രയോ ബില്യൺ താരസമൂഹങ്ങളുള്ള അള്ളാഹുവിൻ്റെ ഈ ലോകത്ത് പടച്ചതമ്പുരാൻ്റെ ഒരു സുൽത്താൻ നിങ്ങൾക്ക് ലഭിക്കാതെ ആകാശലോകങ്ങളെ ഭേദിച്ചു കടക്കാൻ നിങ്ങളെ കൊണ്ടാകുമോ? അള്ളാഹു ചോദിച്ചു. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിൻ മിനൽ ളുലമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം وبت ترقى إلى أن نلت منزلة وبت ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകാശത്തിൻ്റെ വേഗതയേക്കാളും വേഗതയുള്ള ഒരു വാഹനത്തിലാണ് പുണ്യനബിയെ അള്ളാഹു കൊണ്ടുപോയത്. അതാണ് മിഅ്റാജ്. മിഅ്റാജാണ് നിസ്കാരം നൽകപ്പെടുന്ന ഹബീബിൻ്റെ യാത്ര. ആ യാത്രയിൽ അള്ളാഹു കൊടുത്ത സമ്മാനമാണല്ലോ 5 നേരത്തെ നിസ്കാരം. മിൻ ഖാബ ഖൗസൈനി ഒരു അമ്പ് വില്ലിനോട് ചേർന്ന് നിൽക്കുന്ന പോലെ പുണ്യനബിയെ അങ്ങ് അല്ലാഹുവിൻ്റെ സാമീപ്യം അനുഭവിച്ചുവല്ലോ എന്ന് ഇമാം ബുസൂരി തങ്ങൾ പറയുന്നത്. ലം തുദ്റക് വലം തുറമി. ആ ഒരു യാത്ര പോലെ ഒരു യാത്ര തുടരാൻ, യാത്ര നടത്താൻ നബിയെ ഒരു പ്രവാചകർക്കും സാധ്യമായിട്ടില്ല.
അങ്ങനെ ഒരു യാത്ര പോകുന്നതിൻ്റെ മുമ്പ് പരിശുദ്ധമായ അൽ മസ്ജിദുൽ അഖ്സയിൽ പുണ്യ ഹബീബായ നബി തങ്ങൾ 1,24,000 വരുന്ന പ്രവാചകന്മാർക്ക് ഇമാമായി നിസ്കരിച്ചിട്ടുണ്ട് എന്നുകൂടെ മനസ്സിലാക്കണം. മക്കയിൽ നിന്ന് ജെറൂസലേമിലേക്ക്, ഈലിയായിലേക്ക്, ഖുദ്സിലേക്ക് പുണ്യനബി തങ്ങൾ ചെയ്ത യാത്രയാണ് ഇസ്രാ. ഖുദ്സിൽ നിന്ന് 7 ആകാശങ്ങൾക്ക് അപ്പുറത്തേക്ക് പുണ്യനബി തങ്ങൾ നടത്തിയ യാത്രയാണ് മിഅ്റാജ്. മിഅ്റാജിൻ്റെ ശേഷമാണ് മുസ്ലിമീങ്ങൾക്ക് നിസ്കാരം നിർബന്ധമാകുന്നത്. എന്നാൽ അല്ലാഹുവിൻ്റെ ഹബീബ് മിഅ്റാജിൻ്റെ മുമ്പ് തന്നെ നിസ്കാരം നടത്തുന്നുണ്ട്. കഅബാലയത്തിൻ്റെ മുന്നിൽ ഹബീബായ നബി തങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരുന്ന നേരം സലാജസൂർ, ഒരു ഒട്ടകത്തിൻ്റെ കുടൽമാലകൾ ഹബീബിൻ്റെ കഴുത്തിൽ കൊണ്ടുവന്ന് ചാർത്തി എന്ന് പറയുമ്പോൾ അന്ന് സ്വഹാബിമാർക്ക് നിസ്കാരം നിർബന്ധമായിരുന്നില്ല. നബി തങ്ങൾക്ക് നിസ്കാരമുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബിമാരുടെ നിസ്കാരം നിർബന്ധമാകുന്നത് ജുമുഅ ആദ്യമായി നിർവഹിക്കപ്പെടുന്നത് മദീനയിലാണ്. അതായത് ഇസ്ലാമിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം തുടങ്ങി നുബുവ്വത്തിൻ്റെ ആരംഭം മുതൽ 13 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് നിസ്കാരം മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമാകുന്നത്, സ്വഹാബികൾക്ക് നിർബന്ധമാകുന്നത്. തങ്ങളെപ്പോഴും നിസ്കരിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബാലയത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പുണ്യ റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിക്കുമ്പോഴാണ് ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത്ത് എന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യൻ അന്നറുക്കപ്പെട്ട ഒരു ഒട്ടകത്തിൻ്റെ കുടലും അതിൻ്റെ ബ്ലാഡറും എല്ലാം കൊണ്ടുവന്ന് ഹബീബിൻ്റെ തലയിൽ കൊണ്ടുവന്ന് ചാർത്തിയത്. അത് കണ്ടുകൊണ്ട് ഓടി വന്നില്ലേ ഹബീബിൻ്റെ മകൾ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ. ഉപ്പാ, അല്ലാഹു അങ്ങയെ കാക്കട്ടെ, എൻ്റെ ഉപ്പാക്ക് എന്ത് പ്രയാസമാണ് ഉപ്പ, എന്തൊക്കെ എൻ്റെ ഉപ്പ സഹിക്കണം എന്ന് പറഞ്ഞ് ഉപ്പയുടെ ദേഹത്ത് നിന്ന് ആ നാറ്റമുള്ള കുടൽമാലകൾ എടുത്തു മാറ്റി. ആലോചിച്ചു നോക്കൂ, ഒരു കോഴിയുടെ കുടൽമാലയാണെങ്കിൽ പോലും എത്ര ദുർഗന്ധമുണ്ടാകും. ഇതൊരു ഒട്ടകത്തിൻ്റെതാണ്, അതിനെത്ര ഭാരമുണ്ടാകും. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റിയില്ലല്ലോ കഅബാലയത്തിൻ്റെ മുമ്പിൽ. ഹബീബായ നബി ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ കഅബാലയം എന്ന മുശ്രിക്കുകളുടെ കയ്യിലാണ്. 360 ബിംബങ്ങൾ കഅബാലയത്തിൻ്റെ ഉള്ളിലും പുറത്തുമായിട്ടെന്ന് നിലവിലുണ്ടെന്ന് മനസ്സിലാക്കണം. അതിനിടയിൽ തന്നെയാണ് ഹബീബ് നിസ്കരിക്കുന്നത്. കാരണം ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ മക്ക എന്ന ഉമ്മുൽ ഖുറാ, ഗ്രാമങ്ങളുടെ ഉമ്മയായ, നഗരങ്ങളുടെ മാതാവായ മക്കായുടെ ഹൃദയഭാഗത്ത് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പുതുക്കിപ്പണിയുകയും അവർക്ക് മുമ്പേ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം മാലാഖമാരെ കൊണ്ട് തുടങ്ങി വെക്കുകയും ചെയ്ത പരിശുദ്ധമായ മസ്ജിദാണ് കഅബാലയം. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. വിശുദ്ധമായ മക്കയിലെ പരിശുദ്ധമായ മസ്ജിദാണ് കഅബാലയം. ആ ആദ്യത്തെ മസ്ജിദാണ് നമ്മുടെ എല്ലാ മസ്ജിദുകളുടെയും ഖിബ്ല. നമ്മുടെ നിസ്കാരത്തിൻ്റെ ഖിബ്ലയും ഭൂമിയിലെ ആദ്യത്തെ മസ്ജിദാണ്. അതുകൊണ്ടാണ് ഫഅഖിം വജ്ഹക ലിദ്ദീൻ, പരിശുദ്ധമായ ദീനിൽ അടിയുറച്ച് നിൽക്കണമേ എന്ന് ആഹ്വാനം ചെയ്ത അഖിം എന്ന പ്രയോഗമാണ് വിശുദ്ധമായ കഅബാലയത്തിലേക്ക് മുഖം തിരിക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. നബിയേ, ആകാശലോകത്ത് നിന്ന് വഹയുമായി ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നുണ്ടോ? മക്കയിലേക്ക് തിരിഞ്ഞോളൂ, മക്കയാണ് അങ്ങയുടെ ഖിബില എന്ന പുതിയ ഒരു നിയമവുമായി ജിബ്രീൽ തങ്ങൾ വരുന്നുണ്ടോ എന്ന് വഹയിനെ കാത്തുകൊണ്ട് അങ്ങ് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് നാം കാണുന്നുണ്ട് നബിയേ. അന്ന് 16-17 മാസത്തോളം നബി തങ്ങൾ ഖിബലയായി നിസ്കരിച്ചത് കഅബാലയത്തിൻ്റെ നേർ ഓപ്പോസിറ്റ് ദിശയിലേക്കാണ്. കഅബാലയം സൗത്ത് ആണെങ്കിൽ മസ്ജിദുൽ അഖ്സ നോർത്തിലാണ്, വടക്കാണ്. കഅബയാണെങ്കിലോ തെക്കുമാണ്. ആ ഖിബലയെ അല്ലാഹുവേ ജൂതന്മാരുടെ സയനിസ്റ്റുകളുടെ കരങ്ങളിൽ നിന്ന് റബ്ബേ നീ മോചിപ്പിക്കുകയും
ആ നാട്ടിലെ ഫലസ്തീനികളായ സഹോദര സഹോദരിമാർ അവിടുത്തെ നാടിനു വേണ്ടി, സ്വന്തം മണ്ണിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ജീവൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അല്ലാഹുവേ നീ തുണയേകണേ തമ്പുരാനെ, സമാധാനം നൽകണേ റബ്ബേ, ആ മണ്ണിൽ നീ അവർക്ക് വിജയം നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധരായ നബിതങ്ങൾക്ക് അന്ന് ഖിബലയുണ്ട്, അന്ന് നബിതങ്ങൾക്ക് നിസ്കാരമുണ്ട്. കഅബാലയത്തിന്റെ മുന്നിൽ അങ്ങ് നിസ്കരിച്ചു തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലെത്തിയതിന് ശേഷമാണ് വിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് 17 മാസത്തോളം പുണ്യനബി തങ്ങൾ നിസ്കാരം നിർവഹിച്ചത്. നമ്മുടെ ആദ്യത്തെ ഖിബലയാണ് അൽ മസ്ജിദുൽ അഖ്സ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയം പണിത് 40 വർഷങ്ങൾക്ക് ശേഷം നിർമ്മിച്ച വിശുദ്ധമായ അള്ളാഹുവിൻ്റെ മസ്ജിദാണ് അൽ മസ്ജിദുൽ അഖ്സ. പൂർത്തിയാക്കിയത് സുലൈമാൻ നബി അലൈഹിസ്സലാമും പിതാവ് ദാവൂദ് നബി അലൈഹിസ്സലാമും. മിഅ്റാജ് നടക്കുന്നു. മക്കയിൽ നിന്ന് മദീനയുടെ മുകളിലൂടെ, മദീന വഴിയാണ് മസ്ജിദുൽ അഖ്സയിലേക്ക് പോകുന്നത്. 3 പള്ളികൾ വരുന്നത് ഒരു നേർരേഖയിലാണ്. മാപ്പ് എടുത്താൽ മനസ്സിലാവും. മക്കയുടെ നേരെ നോർത്താണ്, നോർത്ത് വെസ്റ്റാണ് മദീന. മദീനയുടെ നേരെ നോർത്ത് വെസ്റ്റാണ് ജെറൂസലേം. ഒരു വര വരച്ചാൽ മാപ്പിൽ 3 പള്ളിയും നമ്മുടെ 3 വിശുദ്ധമായ പള്ളികളും ഒരു ലൈനിലാണ് കാണുക, ഒരേ ദിശയിലാണ്. മദീനയുടെ മുകളിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ആ പള്ളിയെ ഖുദ്സിനെ സംബന്ധിച്ച് അൽ അഖ്സ, ദ ഫാദസ്റ്റ്, ഏറ്റവും അകലെയുള്ള പള്ളി എന്നർത്ഥം. അൽ അഖ്സ എന്ന് പറഞ്ഞാൽ ഏറ്റവും ദൂരമുള്ളത്. ഏറ്റവും ദൂരമുള്ളത് എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരമുള്ള പള്ളി അതിൻ്റെ ഇടയിൽ വരും എന്ന സൂചനയുണ്ട്. ആ പള്ളിയാണ് അൽ മസ്ജിദുൻ നബവി, പുണ്യനബിയുടെ മദീനയിലെ പള്ളി. അന്ന് മദീന പള്ളി ഇല്ല, ഏറ്റവും ദൂരമുള്ളത്. അപ്പോൾ കുറച്ച് ദൂരമുള്ള പള്ളി വേറെ വരും. കാരണം ഇതൊരു കമ്പാരിറ്റീവാണ്. ഒരു മറ്റൊരു പള്ളിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഏറ്റവും ദൂരെയാണ്. അപ്പോൾ മക്കയിൽ നിന്ന് ഏറ്റവും ദൂരെ, അപ്പോൾ കുറച്ച് ദൂരമുള്ളൊരു പള്ളി മക്കയിൽ നിന്ന് വരാറുണ്ട്. ആ പള്ളിയാണ് മദീനയിലെ അൽ മസ്ജിദുൻ നബവി. അൽ അഖ്സ എന്ന വാക്കിൻ്റെ ഉള്ളിൽ മദീന പള്ളി വരുമെന്ന സൂചനയുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ആ യാത്രയാണ് ഇസ്രാ. അമ്പിയാക്കന്മാർ അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നവരാണ്. നമ്മുടെ ഇരിക്കൂറിലെ ഇവിടെ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മഹാന്മാർ പുണ്യനബിയുടെ കാലം ദീനിൻ്റെ ദഅവത്തിന് വേണ്ടി കടന്നു വന്ന ആളുകളാണ്. അവരുടെ വെളിച്ചമാണ് തലമുറകളായി നമ്മുടെ ഈ നാട്ടിലൂടെ പ്രസരിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ആ മഹത്തുക്കളോടൊപ്പം സ്വർഗ്ഗലോകത്ത് ഒത്തുചേരാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇസ്രാ നടക്കുമ്പോൾ 2 റക്അത്ത് പുണ്യനബി തങ്ങൾ അംബിയ എന്ന് ഇമാമായി നിസ്കരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 1,24,000 വരുന്ന നബിമാർ, അവരെല്ലാവർക്കും നിൽക്കാൻ പറ്റുന്ന കപ്പാസിറ്റി മസ്ജിദുൽ അഖ്സയുടെ കോമ്പൗണ്ടിനുണ്ട്. അത് മസ്ജിദുൽ അഖ്സയുടെ കോമ്പൗണ്ട് കണ്ടാൽ മനസ്സിലാവും. അവിടെ നിന്നൊരു 10-200 മീറ്റർ ഇങ്ങോട്ട് മാറിയാണ് ഖിബ്ലയുടെ എതിർദിശയിലേക്കാണ് ഖുബ്ബത്തു സുഹറ എന്ന പള്ളിയുള്ളത്. ആ പാറയിൽ നിന്നാണ് ആകാശലോകത്തേക്കുള്ള യാത്ര നടന്നത്, മിഅ്റാജ് നടന്നത്. എത്രത്തോളം അള്ളാഹു നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് എത്ര വലിയ മഹത്വം പഠിപ്പിച്ചു തന്നു എന്നറിയണമെങ്കിൽ മിഅ്റാജിൻ്റെ രാവിൽ, ഇസ്രാഇൻ്റെ രാവിൽ അമ്പിയാക്കന്മാർക്ക് മുഴുവൻ ജീവൻ കൊടുത്ത് അവരെ അഖ്സായിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് മസ്ജിദുൽ അഖ്സയുടെ അകത്ത് പുണ്യ നിബിതങ്ങൾ ഇമാമായി നിന്ന് നിബിതങ്ങൾക്ക് പിറകിൽ 2 റക്അത്ത് ഇമാം ഓതുന്ന ദുആ, ഇമാം ഓതുന്ന ഖുർആൻ, പുണ്യ നബിയുടെ ഖുർആൻ കേട്ടുകൊണ്ട് പിറകിൽ നിന്ന് ആമീൻ ചൊല്ലുന്ന നിബിതങ്ങൾ റുക്കൂഇ പോയപ്പോൾ അമ്പിയാക്കന്മാർ റുക്കൂഇലേക്ക്, തങ്ങൾ ഇഅ്തിദാലിലേക്ക് വന്നപ്പോൾ അമ്പിയാക്കന്മാർ ഇഅ്തിദാലിലേക്ക് ഉയരുകയാണ്. തങ്ങൾ സുജൂദ് ചെയ്തപ്പോൾ അതിനുശേഷമാണ് അവർ സുജൂദിലേക്ക് പോകുന്നത്. അങ്ങനെ ഹബീബ് സലാം വിട്ടുമ്പോൾ ഹബീബിൻ്റെ സലാമിൻ്റെ ശേഷമാണ് അവർ സലാം വിട്ടുന്നത്. സർവ്വമതങ്ങളുടെയും അല്ല, സർവ്വപ്രവാചകന്മാരുടെയും നേതാവാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുൽ മുർസലീൻ അജ്മഈൻ. ഇത് കാണിച്ചു കൊടുക്കാൻ അള്ളാഹു ചെയ്ത ഏറ്റവും വലിയൊരു ഒരു സംഭവമാണ് 2 റക്അത്ത് നിസ്കരിപ്പിച്ചത്. ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ്
ഹബീബായ നബി തങ്ങൾക്ക് മിഅ്റാജ് ഉണ്ടാകുന്നത്. ആ മിഅ്റാജ് നടന്ന പാറയുടെ മുകളിലാണ് സ്വർണത്തിൻ്റെ നിറമുള്ള കുബ്ബയുള്ള ആ പള്ളിയുള്ളത്. മസ്ജിദുൽ അഖ്സയുടെ കുബ്ബ കറുത്തിട്ടാണ്. മസ്ജിദുൽ അഖ്സയാണ് നമ്മുടെ ഖിബില, സ്വർണ്ണക്കുബ്ബയല്ല. സ്വർണ്ണക്കുബ്ബ പിന്നീട് അബ്ദുൽ മലിക് ഇബ്നു മർവാൻ അദ്ദേഹത്തിൻ്റെ കാലത്ത് മിഅ്റാജിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അദ്ദേഹം എടുത്ത് പിന്നീട് സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലം പുതുക്കിപ്പണിത ഒരു പള്ളിയാണത്. നമ്മൾ സ്വർണ്ണക്കുബ്ബ കാണുമ്പോൾ ഇതാണ് മസ്ജിദുൽ അഖ്സ എന്ന് വിചാരിച്ചു പോകും. മസ്ജിദുൽ അഖ്സ അതല്ല. ആ കോമ്പൗണ്ടിൽ തന്നെയുള്ള കറുത്ത ഒരു ഡാർക്ക് ഗ്രേ കളറിലാണ് ഇപ്പോൾ കാണുക. പഴയ പള്ളിയാണ്. സുബ്ഹാന ജല്ല ജലാലു. ഹബീബായ നബി തങ്ങളെ أنلت منزلة من قاب قوسين لم تدرك ولم ترمي وقدمتك جميع الأنبياء بها والرسل تقديم مخدوم على خدمي. നബിയേ, ഖാദിമിനെക്കാളും മഖ്ദൂമിനെ ബഹുമാനിക്കുന്ന പോലെ പ്രവാചകന്മാർ മുഴുവനും അങ്ങയെ ആദരിച്ചുവല്ലോ ആ വിശുദ്ധമായ യാത്രയിൽ. റഅയ്തു മൂസാ അലൈഹിസ്സലാം യുസല്ലി ഫീ ഖബ്രിഹി. മൂസാ നബി അലൈഹിസ്സലാം അവിടുത്തെ ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് നബി തങ്ങൾ പറഞ്ഞത് വളരെ സ്വഹീഹായ ഹദീസാണ്. റഅയ്തു മൂസാ അലൈഹിസ്സലാം യുസല്ലി ഫീ ഖബ്രി. തങ്ങൾ പറയുമായിരുന്നു, സ്വഹാബികളെ, നിങ്ങൾ എൻ്റെ കൂടെയുണ്ടായിരുന്നുവെങ്കിൽ മഹാനായ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ ഖബർ ഞാൻ നിങ്ങളെ കാണിച്ചു തരുമായിരുന്നു. ഇൻദൽ കസീബിൽ അഹ്മർ, ഇൻദൽ കസീബിൽ അഹ്മർ, ചെമന്ന മണ്ണുള്ള ഒരു പ്രദേശമാണ് ഇവിടം. അവിടെയാണ് മൂസാ നബിയുടെ മഖാമുള്ളത്. മൂസ നബി അലൈഹിസ്സലാമിൻ്റെ മഖാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരുമായിരുന്നു. എന്തിനാ പറയേണ്ട? ആ പറഞ്ഞതിൻ്റെ പൊരുളെന്താ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മൂസാ നബി മരിച്ചുപോയില്ലേ, അങ്ങനത്തെ ഒരു മഹാൻ്റെ ഖബറും നോക്കി പോകേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ അറിയണം. ഹബീബായ നബി തങ്ങൾ പറയാം, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുമായിരുന്നു മൂസ നബിയുടെ ഖബർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അന്ത്യവിഷമം കൊള്ളുന്ന സ്ഥലം. അവിടം സ്വാലിഹീങ്ങളാണെങ്കിൽ അത് പുണ്യമായ ഇടമാണ്. മരിച്ചുപോയില്ലേ, തീർന്നു, ഇനിയൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നവരല്ല മുസ്ലിമീങ്ങൾ. ഹബീബായ നബി തങ്ങൾ പറയാം, മൂസാ നബി ഖബറിൽ ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ട്. യാ അല്ലാഹ്, മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. റഅയ്തു മൂസാ യുസല്ലി ഫീ ഖബ്രി. ഖബറിൻ്റെ ഉള്ളിൽ മൂസാ നബി അലൈഹിസ്സലാം നിസ്കരിക്കുന്നു. പ്രവാചകന്മാർക്ക് അല്ലാഹു നൽകുന്ന വലിയൊരു സ്ഥാനമാണത്. പ്രവാചകന്മാർ ഖബറിൽ നിസ്കരിക്കുന്നവരാണ് എന്ന് ഹദീസിൻ്റെ വെളിച്ചത്തിൽ മഹാന്മാർ വിവരിച്ചു. അത് അമ്പിയാക്കന്മാരുടെ ഖവാസുകളിൽപ്പെട്ട ചില വിഷയങ്ങളാണത്. അവർക്ക് അവിടെ നിസ്കാരമുണ്ട്. അത് കണ്ടുകൊണ്ടാണ് പുണ്യനബി തങ്ങൾക്ക് മിഅ്റാജ് ഉണ്ടാകുന്നത്. 50 വക്ത് നിസ്കാരം ഈ ഉമ്മത്തിന് അല്ലാഹു തആല സമ്മാനമായി കൊടുത്തു എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. 50 വക്ത് അല്ലെ? എത്രയായി ചുരുങ്ങി? 5 ആയിട്ട് ചുരുങ്ങി അല്ലേ? എന്നാൽ പിന്നെ നേരത്തെ അല്ലാഹു തആലക്ക് 5 കൊടുത്താൽ പോരായിരുന്നു? അല്ലാഹുക്ക് അറിയില്ലേ, വഴിയിൽ വെച്ച് മൂസ നബിനെ കാണും. മൂസ നബി അലൈഹിസ്സലാം ചോദിക്കും, എന്തേ നബിയെ സമ്മാനം കിട്ടിയത്? അപ്പം 50 വക്ത് എന്ന് പറയും. അപ്പം നബി ഞങ്ങളോട് പറയും, നബിയെ കുറച്ച് തരാൻ വേണ്ടി പറയണം, ഡിസ്കൗണ്ട് വേണം, ഇത്രയൊന്നും കഴിയില്ല നിങ്ങളുടെ ഉമ്മത്തികൾക്ക്. അപ്പം നബി തങ്ങൾ തിരിച്ചു പോകും. അങ്ങനെ അള്ളാഹുവിൻ്റെയും മൂസ നബിയുടെയും ഇടയിൽ 9 തവണ നബി തങ്ങൾ യാത്ര ചെയ്തുകൊണ്ടാണ് 5 ആയത്. അപ്പം മൂസ നബി പറഞ്ഞു, നബിയെ കുറച്ചും കൂടെ ഡിസ്കൗണ്ട് കിട്ടുമെന്ന് നോക്കി, 5 ചിലപ്പോൾ നടക്കൂല. മൂസ നബി അലൈഹിസ്സലാമിനോട് പുണ്യ നബിയുടെ മറുപടി, മൂസ നബിയെ 5 വക്ത് നിസ്കാരം എൻ്റെ ഉമ്മത്തികൾക്ക് പറ്റൂല എന്ന് പറയാൻ എനിക്ക് നാണാവുന്നു. ഇനി ഞാൻ ചോദിക്കൂല, ഡിസ്കൗണ്ട് മതി. 45 കുറച്ചില്ലേ, 5 ആക്കിയില്ലേ? തിൽക ഖംസുൻ ബിഖംസീൻ, 50 വക്തിൻ്റെ കൂലിയുണ്ടാകും ഈ 5-ന് എന്ന് നബി തങ്ങളോട് അള്ളാഹുവിൻ്റെ മറുപടി ഉണ്ടായിട്ടുണ്ട് അവിടെ. അപ്പം എന്തിനായിരുന്നു ഒരു 50 ആദ്യം കൊടുത്തത്? ആ 50ഉം ഈ 5ഉം തമ്മിൽ വല്ല ബന്ധമുണ്ടോ? നമ്മുടെ ജീവിതവുമായി വല്ല ബന്ധമുണ്ടോ? ആർക്കെങ്കിലും അറിയോ? കൈപൊക്കിയാട്ടെ. 50 എന്തെന്ന് ആദ്യം 50 കൊടുത്താൽ പോരായിരുന്നു? ആദ്യം 5 കൊടുത്താൽ പോരായിരുന്നു? അള്ളാഹു ഫ്യൂച്ചർ അറിയുന്നവനല്ലേ, റബ്ബ് തആലക്ക് അറിയാലോ.
അള്ളാഹു ചെയ്യുന്നതൊരു ഹിക്മത്തിനാണ്. അവിടെ ഒരു യുക്തിയുടെ there is a wisdom. എന്താണത്? അതിന് മഹാന്മാർ അലി തൻസാവിയെ പോലെയുള്ള നമ്മുടെ അടുത്ത കാലങ്ങളിൽ കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ ഒരു ബഹ്സ് നടത്തിയത് വായിച്ചിരുന്നു. അതിൽ അദ്ദേഹം പറയാം, ഒരു നിസ്കാരത്തിൻ്റെ സമയം, കുറച്ച് കണക്കൂട്ടേണ്ടി വരെ, കാൽക്കുലേറ്ററൊക്കെ റെഡി ചെയ്യുന്നല്ലോ, കാൽക്കുലേറ്ററൊക്കെ എടുത്ത് വെച്ചോളേ. ഒരു നിസ്കാരത്തിന് വാങ്ക് വിളിച്ച് ഒരു മനുഷ്യൻ പണിയൊക്കെ നിർത്തിവെച്ച് വുളുവെടുത്ത് വൃത്തിയായി പള്ളിയിലേക്കോ മുസല്ലയിലേക്കോ എത്തി സുന്നത്തും അതിൻ്റെ ശേഷമുള്ള റവാത്തിബും അദ്കാറുകളും കഴിഞ്ഞൊരു മനുഷ്യൻ എഴുന്നേൽക്കുകയാണെങ്കിൽ ഒരു നിസ്കാരത്തിന് പൂർണ്ണമായി നമ്മൾ ചെലവഴിക്കുന്ന സമയം മാക്സിമം 20 മിനിറ്റ് ആയിരിക്കും. മാക്സിമം ഏകദേശം ആവറേജ് 20 മിനിറ്റ് ഒരു നിസ്കാരത്തിന്. അപ്പം 5 വക്ത് നിസ്കാരത്തിന് എത്ര മിനിറ്റ് വേണം? 100 മിനിറ്റ് വേണം അല്ലേ? 100 മിനിറ്റ് വേണം. 5 വക്ത് നിസ്കാരത്തിന് ആവശ്യമായത് 100 മിനിറ്റാണ്. നമ്മളിതെല്ലാം കൂടെ 3 മിനിറ്റ് ചിലപ്പോൾ കഴിക്കണ്ടാവും, വേറെ വിഷയം. നമ്മളെ പറ്റിയല്ല ഈ പറയുന്നത്. ശരിക്കും ഇത് നിർവഹിക്കണമെങ്കിൽ അത്ര സമയമെടുക്കാം. അങ്ങനെയാണെങ്കിൽ 50 വക്തിന് എത്ര സമയമെടുക്കും? 1000 മിനിറ്റ്. 1000 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ്? വേഗം കൂട്ടി തരേ. 1000 മിനിറ്റ് എത്ര മണിക്കൂറാ? എത്ര കൈപൊക്കിയിട്ട് പറയണം, അപ്പോഴും എനിക്ക് അറിയുള്ളൂ ആരാ പറയണത്. 16 മണിക്കൂറാണ് അല്ലേ? 16.4 സംതിങ്. 16 മണിക്കൂറാണ് ഒരു മനുഷ്യൻ, ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ ഉറങ്ങേണ്ടത് 8 മണിക്കൂറാണ്. 8 മണിക്കൂർ ഉറങ്ങിയാൽ നല്ല ആരോഗ്യം ഉണ്ടാവും. ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊന്നും ഉണ്ടാവില്ല. ഇത് പറയുമ്പോഴും എനിക്കൊന്നും 8 മണിക്കൂറൊന്നും ഉറങ്ങിയ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ആഗ്രഹം പറയാലോ, നേരത്തെ കിടന്നുറങ്ങി നേരത്തെ എണീറ്റ് പിന്നെ ഒരു ഉച്ചയ്ക്കൊരു ഉറക്കിൻ്റെ ആവശ്യമില്ലാത്ത വിധം ശരീരത്തിന് വിശ്രമം കിട്ടണമെങ്കിൽ 8 മണിക്കൂർ വേണം. 8 മണിക്കൂർ മനുഷ്യൻ്റെ വിശ്രമമാണ്. 16 + 8 = 24. അപ്പോൾ 24 മണിക്കൂറിൽ ഒരു മനുഷ്യൻ്റെ ഉറക്കം വിശ്രമം കഴിഞ്ഞാൽ പിന്നെ 16 മണിക്കൂർ നിസ്കരിക്കേണ്ടി വരും. 50 വക്താണ്. അപ്പോൾ ജോലിക്ക് പോകാൻ സമയമല്ല, ടാക്സി ഓടിക്കാൻ നേരമില്ല, കച്ചവടത്തിന് പോകാൻ സമയമല്ല, പഠിക്കാൻ പോകാൻ സമയമല്ല. നിസ്കാരം തന്നെ നിസ്കാരം. ഇത് വേണ്ടി വരുമായിരുന്നു 50 നമ്മുടെ നിസ്കാരത്തിൻ്റെ സമയമെങ്കിൽ. അല്ലാഹു തആല പറയാ, ഈ 5 പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുമ്പോഴേക്കും ഞാനും അള്ളാഹും തമ്മിലുള്ള ബന്ധം പള്ളിയിൽ തന്നെ ഇട്ട് പോരാണ്, ഞാൻ അങ്ങാടിയിൽ ഇറങ്ങി എൻ്റെ സ്വഭാവം വേറെയാണ്. അങ്ങനെ പറയരുത്. 5 വക്ത് നിസ്കാരം കഴിഞ്ഞാലും നിങ്ങൾ ഉണർന്നിരിക്കുന്ന മുഴുവൻ സമയവും നിസ്കാരത്തിലെന്ന പോലെ, അള്ളാഹുവിൻ്റെ മുമ്പിലാണെന്ന പോലെ തന്നെ നിങ്ങൾ ജീവിക്കണം എന്ന് പഠിപ്പിക്കാനാണ് അള്ളാഹു 50 തന്നത്. അന്നല്ലാതെ അള്ളാഹു അതിലൊരു ഹിക്മത്തില്ലാതെ ചെയ്തതല്ല. 5 വക്ത് എന്ന് പറഞ്ഞാലും 5 വക്ത് കഴിഞ്ഞാൽ തീരുന്ന ബന്ധമല്ല നമ്മളും അള്ളാഹും തമ്മിലുള്ളത്. മുഴുവൻ സമയവും അങ്ങനെയാണ്. അപ്പോൾ അവർ പറയുന്നത്, അവർ ചെയ്യുന്നത്, അവർ പ്രവർത്തിക്കുന്നത്, ഒരു നിസ്കാരത്തിലുള്ള മനുഷ്യൻ എത്ര അച്ചടക്കത്തിലാണോ, അള്ളാഹുവിൻ്റെ മുമ്പിലാണെന്ന ബോധത്തിലാണോ, അങ്ങനെയാവണം നമ്മുടെ ഒരു ദിവസം. പിന്നെ 8 മണിക്കൂർ വിശ്രമമാണ്. 50 വക്ത് കിട്ടിയിരുന്നെങ്കിൽ 16 മണിക്കൂർ നിസ്കരിക്കേണ്ടി വരുമായിരുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പകൽ സമയം മുഴുവൻ നിസ്കരിക്കുന്ന രീതിയിലായിരിക്കും. പക്ഷെ അള്ളാഹു അത് ചെയ്യൂല, റബ്ബത് ചെയ്തില്ല. തഫദ്ദുലൻ മിൻഹു വ മിന്ന, അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണത്. പടച്ചതമ്പുരാൻ നമുക്ക് വലിയൊരു ഫ്രീഡം തന്നു. 5 വക്ത് നിസ്കാരം പുണ്യനബി തങ്ങൾക്ക് സമ്മാനമായി കിട്ടിയതാ. ഹജ്ജും സകാത്തും റമദാനിലെ നോമ്പനുഷ്ഠാനവും മദീനയിൽ വഹയുമായി വന്നതാണ് ജിബ്രീൽ അലൈഹിസ്സലാം. സംസ്കാരത്തിൻ്റെ വിഷയം മാത്രം അവിടെ കൊണ്ടുപോയി കൊടുത്തതാണ്. അപ്പോൾ ഇത്ര വലിയൊരു സംഭവം നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി سيدخلون جهنم داخرين. മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ആരാധനാ സ്വഭാവമുണ്ട്. എല്ലാ മനുഷ്യർക്കും. അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാത്തവൻ ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യേണ്ടി വരും. അങ്ങനെ ദൈവസങ്കല്പമൊന്നുമില്ലേ,
വല്ല താരങ്ങൾക്കോ വല്ല പ്ലേയേഴ്സിനോ വല്ല ഫിലിം സ്റ്റാറുകൾക്കോ വേറെ ഏതെങ്കിലും വല്ല സ്റ്റാറുകൾക്കോ പോയിട്ട് ആ മനുഷ്യൻ സമർപ്പണം ചെയ്യും. വണ്ടിയെ ആരാധിക്കുന്നവരുണ്ട്. അവർക്ക് വണ്ടിയുടെ ലോകം, അത് ഏതാ വണ്ടി, പുതിയ വണ്ടി, അതിന് പുതിയ പുതിയ ട്രെൻഡുകളെ നെഞ്ചിലേറ്റുന്നവരുണ്ട്. ആരാധനാ സ്വഭാവം പോലെ സമ്പത്തിനെ, പണത്തെ ആരാധിക്കുന്നവരുണ്ട്. അള്ളാഹുവിൽ വിശ്വാസമൊന്നുമില്ല, പണം ഭയങ്കര വിഷയമാണ്. അങ്ങനെ ഉണ്ട്. സ്വന്തം ശരീരത്തെ തന്നെ സ്വന്തം സൗന്ദര്യം ആരാധനാഭാവത്തോടെ കാണുന്നവർ. പിന്നെ ഈ കളിക്കാരും ക്രിക്കറ്റും ഫുട്ബോളിൻ്റെയും ഒക്കെ ലീഡിങ് പ്ലേയേഴ്സിനെയൊക്കെ ആരാധന. എത്ര ഫ്ലെക്സുകളായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ ലോകകപ്പിൻ്റെ സമയത്ത് അല്ലേ? അതിപ്പോഴും ഇറക്കിയൊക്കെ മെസ്സിയൊക്കെ വന്ന് കയറി നിന്നത്, ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഭൂമിയിലേക്ക്. എത്ര സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. നമ്മുടെ പിള്ളേരെ ചെയ്തിട്ടോ, നമ്മുടെ പിള്ളേരെ കയ്യിലേ പൈസ ഉള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ നശിപ്പിക്കാനും ധൂർത്ത് ചെയ്യാനുമുള്ള സന്നദ്ധത നമ്മുടെ പിള്ളേരെ കൂടുതൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാത്തവരൊക്കെ പൈസയ്ക്ക് വില കാണുന്നവരാണ്. ഈ കട്ടൗട്ടുകൾക്ക് എത്ര ചെലവെന്നറിയോ? ലക്ഷങ്ങൾ. ആരാധനാഭാവം. പടച്ചോനത് ചെയ്തില്ലയോ? അള്ളാഹുവിൻ്റെ മസ്ജിദിൽ പടച്ചതമ്പുരാൻ്റെ മുമ്പിൽ ഒരു മുസല്ലയിൽ കൊണ്ടുപോയി നമ്മൾ ആ ഇബാദത്തിൻ്റെ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ആ ഒരു വികാരം അള്ളാഹുവിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി മനുഷ്യനത് വെച്ചിരിക്കും. ശരിയല്ലേ? ആരാധനാഭാവം മനുഷ്യനിലുള്ളതാണ്. മജ്ബൂലാണെന്ന് പറയാം. മനുഷ്യന്റെ പ്രകൃതിയ അങ്ങനെ ഒരു സംഭവമുണ്ട്. ആ സംഭവത്തെ ശരിയായ ദിശയിലേക്ക് കടത്തിവിടാനാണ് വിശുദ്ധമായ ഇസ്ലാം കടന്നു വന്നത്. ആദം നബി അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖിലൂടെ പൂർത്തീകരിക്കപ്പെടുന്ന വിശുദ്ധമായ ഇസ്ലാം മനുഷ്യന്റെ ഈ ദാഹം തീർക്കാൻ വന്നതാണ്. ആ ദാഹം മനുഷ്യനിലുണ്ട്. ഞാൻ പറഞ്ഞത് വേറെ പലതിലേക്കും മനുഷ്യൻ അടിമത്തം ചെയ്ത് അതിൻ്റെ പിന്നാലെ കൂടുന്നത് കാണാൻ കഴിയും. വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു പറയുന്നു, നിങ്ങൾ എന്നോട് ഇബാദത്ത് ചെയ്യണമേ, എന്നോട് ദുആ ചെയ്യണമേ, പ്രാർത്ഥിക്കണമേ, ആരാധന ചെയ്യണമേ. ദുആ രണ്ട് വിധമാണ്. ദുആ ഇബാദത്തിൻ, അതുപോലെ തന്നെ ദുആ മസ്അലത്തിൻ. രണ്ട് തരത്തിലുള്ള ദുആയുണ്ട്. ചോദിക്കുന്ന ചോദ്യം അതൊരു ദുആയാണ്. ഇബാദത്ത് ഒരു ദുആയാണ്. നിങ്ങൾ എന്നോട് ചോദിക്കണേ, അസ്തജിബ് ലക്കും, നിങ്ങളുടെ മനസ്സുകൾക്ക് മറുപടി ഞാൻ നൽകുന്നതാണ്. ഭൂമിയിലേക്ക് പടച്ചു വിട്ടുകൊണ്ട് അള്ളാഹു നമ്മളെ കൈയൊഴിയുകയല്ല ചെയ്തത്. കണ്ണും മൂക്കും വായയും ചുണ്ടുകളും ആമാശയവും ദാഹവും വിശപ്പും നൽകിയ അള്ളാഹു അത് ശമിപ്പിക്കാനുള്ള ഭക്ഷണവും പാനീയവും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ശ്വസിക്കാനുള്ള ഓക്സിജൻ യഥേഷ്ടം ഒരാൾക്കും കൈയടക്കി വെക്കാൻ പറ്റാത്ത വിധം അള്ളാഹു തന്നില്ലയോ? ഏതെങ്കിലും പഞ്ചായത്തേര് വിചാരിക്കുക നമ്മളെ നാട്ടിലെ ഓക്സിജന്റെ ഒരു പൊടി പോലും അടുത്ത മഹലിലേക്ക്, അടുത്ത പഞ്ചായത്ത് കൊടുക്കൂല എന്ന് വിചാരിച്ചാൽ നടക്കുമോ? നടക്കൂല. ആർക്കും തടഞ്ഞു വെക്കാൻ പറ്റാത്ത രീതിയിൽ ജീവന്റെ അടിസ്ഥാനപരമായ ജീവന്റെ സർവൈവലിന് ആവശ്യമായത് വെള്ളവും വെളിച്ചവും വായുവും അള്ളാഹു ഒരു മനുഷ്യനും തടഞ്ഞു വെക്കാൻ കഴിയാത്ത വിധമാണ് മഴ വർഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും തടയാൻ പറ്റൂല. ഏതെങ്കിലും ഒരു വിഭാഗത്തോട് വിദ്വേഷമുണ്ടായതിൻ്റെ പേരിൽ അവർക്ക് ഓക്സിജൻ കൊടുക്കൂല എന്ന് പറഞ്ഞവരെ കൊല്ലാൻ പറ്റുമോ? നടക്കൂല. എന്തേ? ഇത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായൊരു സംവിധാനമാണ്. ജീവിക്കാൻ ആവശ്യമായത് മുഴുവൻ നൽകിയിട്ടല്ലേ അള്ളാഹു നമ്മളെ പറഞ്ഞു വിട്ടത്. ഖലഖനല്ലാഹു ലിൽ ബഖാ വമാ ഖലഖനാ ലിൽ ഫനാ. സലഫ് സ്വാലിഹീങ്ങൾ പറയുമായിരുന്നു, അള്ളാഹു നമ്മളെ അതിജീവനത്തിന് വേണ്ടിയാണ്, സ്ഥിരമായി അള്ളാഹുവിൻ്റെ സ്വർഗലോകത്ത് ജീവിക്കാനാണ് പറഞ്ഞു വിട്ടത്. ഒരു മരണത്തോടുകൂടെ തീർന്ന് ഇല്ലാതെയാവാനല്ല. മരിച്ചിട്ടങ്ങ് തീർന്നു പോവുക, അങ്ങനെ ഒരിക്കലുമല്ല. അനന്തമായൊരു ലോകത്തേക്കുള്ള യാത്ര കൊണ്ടാണ് അള്ളാഹു നമ്മളെ പടച്ചു വിട്ടത്. അതുകൊണ്ട് മനുഷ്യന് ആവശ്യങ്ങളുണ്ട്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. നമ്മുടെ മഖാമിലേക്ക് ഒരുപാട് ആളുകൾ അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, പുണ്യ സ്ഥലങ്ങളിൽ ചെന്നുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി കടന്നു വരുന്നു എന്ന് പറഞ്ഞു. അതൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ വരേണ്ട വലിയൊരു ഉത്തരവാദിത്വം. ഇപ്പോൾ ഭാരം എന്നുള്ള ഒരു വിഷമം ലൈഫിലില്ല, അല്ലാത്തവർക്കും സിയാറത്ത് ചെയ്യണ്ടേ? എന്തിന്?
ആത്മീയ വെളിച്ചം കിട്ടാൻ വേണ്ടി, ആത്മീയമായ ബന്ധം മഹത്തുക്കളുമായി സ്ഥാപിക്കാൻ വേണ്ടി. ഒരു ദുന്യവിയായ കാര്യം ഒരു അസുഖം ഉണ്ടായിട്ട് വന്നതല്ല, കടം വിടാൻ വേണ്ടി വന്നതുമല്ല, മകളെ കെട്ടിക്കാൻ വേണ്ടി വന്നതല്ല, വീട് പണി നടക്കുന്നില്ല അതിനുമല്ല വന്നത്. പിന്നെ എന്തിനാ വന്നത്? തഖർറുബൻ ഇലല്ലാഹ്, സജ്ജനങ്ങളുടെ സാന്നിധ്യത്തിൽ വന്നുകൊണ്ട് അവിടെ നിന്നൊരു ഫാത്തിഹയും 3 ഇഖ്ലാസും മുഅവ്വദതൈനയും ഓതിയിട്ടെങ്കിലും അള്ളാഹുവിൻ്റെ ഹദറത്തിലേക്ക് കയ്യുയർത്തുമ്പോൾ ആ ഒരു ആത്മബന്ധം കാരണം ഒരുപക്ഷെ നാളെ അവരുടെ ശഫാഅത്ത് കിട്ടിയാലോ അതുദ്ദേശിച്ചുകൊണ്ട് മനുഷ്യൻ വരണമെന്നാണ്. വെറും ആവശ്യങ്ങളുടെ മാത്രമല്ല വരേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ആവശ്യക്കാർ മാത്രമേ വരുള്ളൂ, അല്ലാത്തവർക്ക് വരണ്ടേ? അംബിയാഇനെ സിയാറത്ത് ചെയ്യണ്ടേ? സജ്ജനങ്ങളെ പോയി സലാം പറയണ്ടേ? നമ്മൾ സലാം പറയുമ്പോൾ സലാം മടക്കുമെന്നാണ് മരിച്ചു കിടക്കുന്ന മഹാന്മാർ മുഅ്മിനീങ്ങൾ. ആ സലാം മടക്കുന്നത് ആത്മാവിൻ്റെ ലോകത്ത് നിന്ന് കിട്ടുന്ന സലാമാണ്.